ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്കൂളിൽ ജേഴ്സി ഡേ ആണ്. അപ്പോൾ ചില്ലും കല്ലും കൂടി റെഡി ആയിട്ടുണ്ട്. അർജന്റീനയുടെ ജേഴ്സിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. ആൻ്റണി വന്നിട്ടുണ്ട്. ആൻ്റണിയും അർജന്റീനയുടെ ജേഴ്സി തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പിള്ളേരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. സ്കൂളിൽ പിള്ളേരുകൾ വന്ന് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എത്തിയപ്പോൾ എല്ലാവരും കുറേ പേര് അർജന്റീന, പിന്നെ റൊണാൾഡോ ഒക്കെ കുറേ ജേഴ്സികളൊക്കെ കാണാനുണ്ട്. ദേ കല്ലുവിന് ഗോളടിക്കാനുള്ള അവസരമാണ്. അപ്പോൾ കല്ല് ഗോളടിക്കാനായിട്ടോ. ഗോളടിക്കുമ്പം അത് അപ്പുറത്തു കൂടെ പോവില്ല, അവിടെ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഗോളായില്ല. ശരി, അപ്പോൾ നമുക്ക് സ്കൂളിലെ ഫംഗ്ഷനും കാര്യങ്ങളും കാണാം. Yeah, I'm moving at the speed of sound. I got both hands off the wheel. No, nothing's gonna slow me down. I keep on heading straight to the top. I'm gonna show you something real. No, nothing's gonna make me stop. I got breath in my lungs. My blood pumping strong. I gotta tell you what I feel. ഇന്നിപ്പോൾ വീട്ടിലെന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മയാണ് ഇത്. അമ്മണിയമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കാം. അമ്മണിയമ്മ വന്നിട്ടുണ്ട്, അമ്മയും വന്നിട്ടുണ്ട്. രണ്ടാളും തലേദിവസമാണ് വന്നത്. അപ്പോൾ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കലാണ്. കഴിഞ്ഞ പ്രാവശ്യം പുല്ല് പറയേണ്ട ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡ്. ഈ പ്രാവശ്യം വീടിന് ചുറ്റും പറിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറിക്കണ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, കാരണം അടുക്കളയിൽ നല്ല പണിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കൊക്കെ പകുതി ഇന്നലെ തന്നെ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ദേ അമ്മ ബാക്കിൽ എൻ്റെ കിണറിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് പുല്ലൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചാക്കളയാണ്. ഞാൻ വെട്ടി നിർത്താത്താനുണ്ട്, അതാകെ കാടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മ ഇനി വരില്ല നിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുല്ല് കുറേയൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മീൻകറിയും ചോറാണ് കൊടുത്തത്. അപ്പോൾ ആൾ മീൻകറി കൂട്ടി ചോറിട്ട് പറഞ്ഞു, വീട്ടിൽ ഞാൻ നല്ല മീൻകറി വെച്ചിട്ടാണ് വന്നത്, ഇവിടെ വന്ന് പുല്ല് കുറേയൊക്കെ കഴിഞ്ഞ് നിൻ്റെ ഈ മീൻകറി കൂട്ടി തിന്നേണ്ട അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ പറ്റിയെന്നുള്ളത്. പിന്നെ കാലത്ത് എൻ്റെ കെട്ടിയവനും ഭക്ഷണം കഴിച്ച് പോകുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട് മീൻകറിക്കും. ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പുളി ഇടാൻ മറന്നു പോയി ഗൈസ്. പുളി ഇടാണ്ട് മീൻകറി വെച്ചു. അപ്പോൾ അതിനെ കൊണ്ട് ഒരു രസം ഉണ്ടായില്ല. അതാണ് കൊണ്ട് ഇപ്രാവശ്യം ഞാൻ ചിക്കനിലേക്ക് മാറി ചിക്കനാണ് വെച്ചത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പുല്ല് പറിച്ച ഏരിയയും കൂടി കാണിച്ചു തരാം. അവിടെ ചെറുതായിട്ടൊക്കെ പുല്ല് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു പട്ടിക്കൂടുണ്ട്. പട്ടിക്കൂടിലാണെങ്കിൽ പട്ടി മാത്രമില്ല, ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പട്ടി 3-4 മാസമായിട്ട് ആളെ കാണാനില്ല. ആളെ ഒരു സഹിച്ചു വിട്ടതാണ്, പിന്നെ ആൾ വന്നില്ല. അപ്പോൾ കുറേ നാൾ കാണാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടെടുത്തുകൊണ്ട് പോയിരിക്കുമോ. അപ്പോൾ ആൾ പറഞ്ഞു പിന്നെ അത്രയ്ക്കും ഗതികേട് ആർക്കുള്ളത് എന്ന്. കാരണം ഞങ്ങളുടെ പട്ടി ഒരു സാധാ നാടൻ പട്ടിയാണ്. കാനാലിൻ്റെ ഒരു അടുത്തുനിന്ന് കിട്ടിയതാണ്. അതിനെ ഫുൾ കറുപ്പായതുകൊണ്ട് ഞാൻ കരിയെന്നാണ് അതിന് പേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കരിനെ കാണാനില്ല കുറേ നാളായിട്ട്. പിന്നെ വിചാരിച്ചു ഇനി വല്ല പുലി എങ്ങാനും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും വെച്ചാൽ പുലിയുടെ ശല്യമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ആണോന്നും വിചാരിച്ചു. ഇനിയിപ്പോൾ എൻ്റെ ഭക്ഷണത്തിൻ്റെ ഗുണം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണോന്നും അറിയില്ല. ഞങ്ങളുടെ പട്ടീനെ എന്തായാലും കാണാനില്ല, അതുകൊണ്ട് പട്ടിക്കൂട് നിറച്ചും വിറക് എടുത്ത് വെച്ചതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വൃത്തിയാക്കിയ സ്ഥലത്ത് പുല്ലൊക്കെ ചെറുതായിട്ട് പിന്നെയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. പറിക്കണ വീഡിയോ നോക്കാൻ പറ്റിയില്ലെങ്കിലും പറിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതാണ് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മുടെ മുറ്റമൊക്കെ ഫുള്ളും വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.